മലബാർ പിന്നോട്ടോ മുന്നോട്ടോ? കേവലം കുർബാന തർക്കം എന്നാണ് കരുതിയിരുന്നത്. പള്ളിയിൽ സ്ഥിരമായി പോകുന്ന ശീലമില്ലെങ്കിലും സെയിന്റ് മേരീസ് ബസിലിക്കയിൽ കുഞ്ഞുനാൾ മുതൽ പല ചടങ്ങുകളിൽ പങ്കെടുക്കുകയും എൻ്റെ വിവാഹം നടന്ന ദേവാലയം എന്നൊക്കെയുള്ള ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടും നമ്മൾ പരിശുദ്ധമായി കരുതുന്ന ആ സ്ഥലത്ത് അൽമായർ തമ്മിൽ തർക്കിക്കുന്നതും അസഭ്യമായ ഭാഷ പ്രയോഗിക്കുന്നതുമെല്ലാം കണ്ട് വിഷമവും ദേഷ്യവും തോന്നിയിട്ടുണ്ട്. ബസിലിക്കയോട് ചേർന്നുള്ള ബിഷപ്സ് ഹൗസിൽ പുരോഹിതർക്ക് നേരെ പോലീസ് അക്രമം അഴിച്ചുവിടുന്നതിലേക്ക് കാര്യങ്ങൾ വഷളായപ്പോഴാണ് വിഷയം അന്വേഷിക്കുവാനിടയായത്. കുർബാനക്രമം പോലെയുള്ള ലിറ്റർജിക്കൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തിയോളജിക്കൽ തർക്കങ്ങൾ സഭയുടെ പുരോഹിതരുടെയും വിദഗ്ധരുടെയും കമ്മിറ്റികളിൽ നടക്കുന്നതിന് പകരം പള്ളികളിൽ അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചത് സഭാ നേതൃത്വത്തിന്റെ പരാജയമാണ്. സീറോ മലബാർ സഭ ഇപ്പോൾ കുർബാനക്രമത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന മാറ്റം ജനാധിപത്യപരമായും സംഘടനാ മര്യാദകളുടെ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട സഭാ കമ്മിറ്റികളിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് പരസ്യമായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. കത്തോലിക്ക സഭയിൽ പൊതുവെയുള്ള നിലവിലെ കുർബാനക്രമം സീറോ മലബാർ സഭയിൽ മാത്രം മാറ്റുന്നതിലൂടെ ഒരു മേൽജാതി ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് അന്തർലീനമായി കേരളത്തിൽ നടക്കുന്നത്. ഇത് ചിലരുടെ തെറ്റായ ചരിത്ര സാമൂഹിക ബോധ്യങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലാതെ സഭയുടെയോ ക്രിസ്ത്യൻ മതത്തിന്റെയോ ലിറ്റർജിക്കൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തിയോളജിക്കൽ തർക്കങ്ങളിൽ നിന്നല്ല. ഈ കാരണത്താൽ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിക്കും ബാധകമായതും ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഭരണകൂടം പോലീസ് സേനയെ വിന്യസിച്ച് ജാതിവൽക്കരണ സംസ്കാരത്തിന് കൂട്ടുനിൽക്കുമ്പോൾ സീറോ മലബാർ സഭയിലെ പുരോഹിതൻ കുർബാന മുന്നോട്ട് നിന്നാണോ പിന്നോട്ട് നിന്നാണോ നടത്തേണ്ടത് എന്നുള്ളതല്ല അടിസ്ഥാന പ്രശ്നം. ഇത് സീറോ മലബാർ സഭയുടെ മാത്രം വിഷയവുമല്ല, ഇത് മലബാറിന്റെ വിഷയമാണ്. സീറോ മലബാർ സഭയിൽ പൊതുവെയുള്ള ചരിത്രബോധം പൊതുവെ കേരളത്തിലെ മറ്റു മതവിഭാഗങ്ങളെ പോലെ തന്നെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ല. കേരളത്തിലെ ക്രിസ്തു മതത്തിന്റെ പുരാതന ചരിത്രവും പാരമ്പര്യവും സിറിയൻ സഭകൾ എന്ന് ഈ കാലത്ത് വിളിക്കപ്പെടുന്ന സഭകളിലെ വിശ്വാസികളുടെ മാത്രമാണ് എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ വിഡ്ഢിത്തരം. കഴിഞ്ഞ 2000 വർഷത്തെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളിലെ ഒഴുക്കിൽ കേരളത്തിലെ ഇന്നത്തെ ഒരു വിഭാഗത്തിനും അവരുടേത് മാത്രമായി ചരിത്ര സവിശേഷതകളെ ചുരുക്കാൻ പറ്റില്ല. തോമസ് ലീഹ ബ്രാഹ്മണന്മാരെ AD 50 മതം മാറ്റിയവർ എന്ന വിഡ്ഢിത്തരം കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളായി കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ പ്രചരിക്കുന്ന കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ ഗോവ മുതൽ തിരുവിതാംകൂർ വരെയുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാർ തുടക്കം കുറിച്ച വൻതോതിലുള്ള മതപരിവർത്തന ശ്രമങ്ങളിലൂടെ പരിവർത്തനം ചെയ്യപ്പെടുകയും ഉൾനാടൻ പ്രദേശങ്ങളിൽ അന്നത്തെ നിലവിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗമാവുകയും ചെയ്യപ്പെട്ട് രൂപാന്തരപ്പെട്ട പുതു ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ അവർക്ക് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ മേൽക്കോയ്മ കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് ബ്രാഹ്മണ പരിവർത്തന കഥ. 16-ാം നൂറ്റാണ്ടിൽ ഉദയംപേരൂർ സൂനഹദോസിന് മുന്നോടിയായി പോർച്ചുഗീസ് ബിഷപ്പ് ഗോവയിൽ നിന്ന് കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ നടത്തിയ സന്ദർശനത്തിൽ കേട്ടതും പോർച്ചുഗീസ് രേഖകളിൽ ഉള്ളതും അന്നത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം തോമസ് ലീഹ ചേര രാജ്യത്തിലെ മുസ്രീസ് തുറമുഖ നഗരത്തിൽ ജൂതന്മാരെ മതം മാറ്റി ക്രിസ്തു മതത്തിൽ ചേർത്തു എന്നുള്ളതാണ്. ഈ ജൂത പരിവർത്തന കഥ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് മുൻപ് വരെ ആരും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ ലോകത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രൊപ്പഗണ്ട പ്രചരിച്ച് ജൂതന്മാർക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഈ പഴയ കെട്ടുകഥ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലർ നമ്പൂതിരിയെ വിട്ടു, ഇപ്പോൾ ജൂതനാണ്. രണ്ടും കെട്ട കഥകളാണ്. ക്രിസ്തുവിശ്വാസം പ്രചരിച്ച ആദ്യ നാളുകളിൽ തോമസ് പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും നാട്ടുരാജ്യം സന്ദർശിച്ച് അവിടുത്തെ ജൂതരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി മാറ്റിയത് ഈ അനുയായികളുടെ പിൻതലമുറകൾ കച്ചവടത്തിന്റെയും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുമനുസരിച്ച് മുസ്രീസിൽ താമസമാക്കിയപ്പോൾ ഇങ്ങോട്ട് പുനർവ്യാഖ്യാനിക്കപ്പെട്ട കഥകളായിരിക്കാം. ചരിത്രാതീത കാലം മുതലേ ആഫ്രിക്കൻ, പശ്ചിമേഷ്യൻ, ഇറാൻ തീരങ്ങളിൽ നിന്ന് മനുഷ്യർ കേരള തീരത്തേക്ക് എത്തുകയും ഇവിടെ മുൻപ് എത്തിയ സമൂഹങ്ങളുമായി ഇടകലർന്ന് സന്തതി ഉൽപാദനം ഉണ്ടാക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. BC 1000 മുതൽ AD 500 വരെയുള്ള കാലഘട്ടത്തിൽ വടക്കൻ പറവൂർ, കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള മുസിരീസ്, ഇന്നത്തെ കോട്ടയത്തിനടുത്തുള്ള നെൽക്കിണ്ട എന്നിവ ലോകത്തിലെ പ്രധാന തുറമുഖ നഗരങ്ങളായിരുന്നു. BC 100 മുതൽ AD 100 നൂറ്റാണ്ടുകളിൽ അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മുസിരീസ് സുപ്രധാന റോമൻ ബന്ധമുള്ള കച്ചവട കേന്ദ്രമായിരുന്നു. AD 500-ന് ശേഷം കുറെ നൂറ്റാണ്ടുകൾ ഇന്നത്തെ കൊല്ലം പ്രധാന തുറമുഖ നഗരവുമായി മാറി. ക്രിസ്തുവിന് ശേഷം ആ ആശയം ഈ നഗരങ്ങളിലെ കച്ചവടക്കാരിലേക്കും എത്തുകയും ഈ നഗരങ്ങളിലേക്ക് പശ്ചിമേഷ്യ, പേർഷ്യൻ അതായത് ഇറാൻ പ്രദേശങ്ങളിൽ നിന്നും വിവിധ കാരണങ്ങളാൽ പലായനം ചെയ്തു വന്ന സമൂഹങ്ങൾ വന്ന് പാർക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഇന്നു കാണുന്ന രീതിയിലുള്ള മതങ്ങളും
ഇന്ത്യയിൽ ജാതിയും വ്യാപകമായി രൂപം പ്രാപിക്കുന്നത് AD 600 ശേഷമാണ്. അതുവരെ ഇന്റർമിക്സിംഗ് സർവ്വസാധാരണമായിരുന്നു. ഒരു ആശയധാര ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ജനിച്ച കുടുംബവും സ്ഥലം എന്നിവ ഒരു തടസ്സമായിരുന്നില്ല. അങ്ങനെ കൂടുതലും ഒരേ ആശയധാരയിലുള്ളവർ തമ്മിൽ വിവാഹവും സംബന്ധവും എല്ലാം നടന്നുപോന്നു. AD 800 മുതൽ AD 1600 വരെ മതവും ജാതിയും അനുസരിച്ച് വിവാഹവും സംബന്ധവുമെല്ലാം നിർദ്ദിഷ്ട ജാതികളിൽ ഒതുങ്ങി. AD 1600 ശേഷം മാറിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ വൻതോതിൽ വീണ്ടും ഇന്റർമിക്സിംഗ് നടന്നു. സിറിയൻ സഭകളിലുള്ള വിശ്വാസികളുടെ തെറ്റിദ്ധാരണ കേരളത്തിലെ തീരപ്രദേശത്താണ് യൂറോപ്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തിയത് എന്നും തീരദേശത്ത് കൂടുതലുള്ള ലാറ്റിൻ കത്തോലിക്കർ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം സ്വീകരിച്ചവരും തങ്ങൾ AD 50 ക്രിസ്തുമതം സ്വീകരിച്ചവരുമാണ് എന്നാണ്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഔദ്യോഗിക അധികാര കേന്ദ്രം ഫോർട്ട് കൊച്ചി പോലെയുള്ള തുറമുഖ നഗരമാണെങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർ കേരളത്തിൽ ഉടനീളം ഉൾനാടുകളിലും കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ താമസമാക്കുകയും ഉൾനാടുകളിലെ ജനങ്ങളുമായി ഇന്റർമിക്സ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസ് സേനാ സംഘങ്ങൾ കേരളത്തിൽ എത്തപ്പെടാത്ത സ്ഥലങ്ങളില്ല. അവരെ സ്വീകരിക്കുകയും ഉപയോഗിക്കാത്തതുമായ നാട്ടുരാജ്യങ്ങളില്ല. യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിലെ ഉൾനാടൻ പ്രദേശങ്ങളിലും വൻതോതിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിലും ക്രിസ്ത്യൻ മിഷണറിമാർ തിരുവിതാംകൂർ രാജ്യത്ത് സംഘടിത ഹിന്ദു മതത്തിൽപ്പെടാത്തവരെ, അതായത് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങളെ വൻതോതിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണ് ക്ഷേത്രപ്രവേശനം അനുവദിക്കുവാൻ തിരുവിതാംകൂർ ഭരണകൂടത്തിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടവർ ഭൂരിഭാഗവും നിലവിലെ സിറിയൻ സഭകളിലെ രൂപതകളിലാണ്. അതായത് ലാറ്റിൻ കത്തോലിക്കർ മാത്രമാണ് ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ പരിവർത്തനം ചെയ്യപ്പെട്ടവർ എന്നത് വെറും മിഥ്യാധാരണയാണ്. എന്നതു മാത്രമല്ല, ഈ സഭാവിഭാഗങ്ങൾ തമ്മിൽ കാലാകാലങ്ങളായി നടന്നിട്ടുള്ള വിള്ളലുകളിലും കൂട്ടിച്ചേർക്കലുകളിലും പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ ഒരു കുടുംബത്തിന് തോമാസ് ലീഹായുടെ പാരമ്പര്യം എത്രത്തോളം ബാധകമാണ്, അത്ര തന്നെ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിനും ബാധകമാണ്. ഈ വിശകലനത്തിന് പുറത്തല്ല ജാക്കോബൈറ്റ്, ഓർത്തഡോക്സ് വിഭാഗങ്ങളും. ഇവിടെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. മേൽക്കാരണങ്ങളാൽ യുക്തിരഹിതമായ അനാവശ്യ മേൽജാതി ചിന്തകൾ ഉപേക്ഷിക്കുവാൻ സീറോ മലബാർ സഭയിലെ ചിലർ തയ്യാറാകണം. ജാതി മതവ്യത്യാസം അന്യേ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരേ പൂർവികരാണ്. കത്തോലിക്ക സഭ 2-ാം വത്തിക്കാൻ കൗൺസിൽ എടുത്ത തീരുമാനപ്രകാരമാണല്ലോ 1960-കളിൽ മുഴുവൻ കത്തോലിക്ക സഭയിലും കുർബാനക്രമം മാറ്റിയത്. സീറോ മലബാർ സഭയിൽ മാത്രം വരുത്തിയ മാറ്റമല്ല. 1960-ന് മുൻപ് മുഴുവൻ കത്തോലിക്ക സഭയിലും പിന്നോട്ട് നിന്നാണ് പുരോഹിതൻ കുർബാന അർപ്പിച്ചിരുന്നത്. സീറോ മലബാർ സഭയിൽ മാത്രമല്ല. എന്നിരിക്കെ ഈ കുർബാന തർക്കം തിയോളജിക്കൽ തർക്കം എങ്കിൽ അത് മുഴുവൻ കത്തോലിക്ക വിഭാഗങ്ങൾക്കും ബാധകമായ തർക്കമായി വത്തിക്കാനിൽ നടക്കേണ്ടതല്ലേ? എന്തിന് ഇവിടെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു? മുന്നോട്ട് സഞ്ചരിക്കാം, പിന്നോക്കം പോകാതെ നോക്കാം.